അവന്മാരില്ലേ? ദേ അവൻ. നമ്മുടെ ശാലിനി അച്ഛനെയും കൊല്ലാൻ ആളെ വിട്ടവൻ. അവനെ വെറുതെ വിടരുത് ജബ്ബാർക്ക. പാകേരി നിർത്തണ കള്ള കന്നാലികളെ. അപ്പോ അവൻ ഇവിടെയൊക്കെ കിടന്ന് കറങ്ങുകയാണല്ലോ ജബ്ബാർക്ക. ആ അഡ്വക്കേറ്റാണ് അവനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവനെ പൊക്കാൻ ജബ്ബാർക്ക. വേണ്ട, വിവരം രുദ്രനോട് പറയാം. അവൻ തന്നെ അയാളെ കൈകാര്യം ചെയ്തോളൂ. നീ വാ, വണ്ടി കയറി. രുദ്ര, കണ്ടു രുദ്ര? ആ വക്കീലുമായി സംസാരിക്കുന്ന ആദ്യ എന്ന ഇരുട്ടിനെ ഞങ്ങൾ കണ്ടു രുദ്ര. അവനെ കൈ കിട്ടുന്നതിന് മുമ്പ് അവൻ കടന്നു കളഞ്ഞ. അപ്പൊ അമേരിക്കയിലേക്ക് കടന്നു കളഞ്ഞില്ല ബുദ്ധിമാനായ ബ്രൂട്ടസ്. അവൻ ഈ നാട്ടിൽ തന്നെ തമ്പടിച്ചിരിക്കുന്നത് മരണ എരന്ന് വാങ്ങാനാ. എന്റെ കൈകൊണ്ട് തന്നെ തീരണം. അങ്ങനെ ഒരു ജാതകമായിരിക്കും അവൻ്റേത്. എന്നാലും നമ്മുടെയൊക്കെ കണ്ണുവെട്ടിച്ച് അവൻ ഈ നഗരത്തിന്റെ ഏത് കോണിലായിരിക്കും രുദ്ര ഒളിച്ചിരിക്കുന്നത്? നാളുകൾ എണ്ണപ്പെട്ടിട്ടുണ്ടെങ്കിലും കുറച്ച് ദിവസം കൂടി അവൻ അനുവദിച്ചിട്ടുണ്ടാവാം. അതാ അവൻ നമ്മുടെ കണ്ണിൽപ്പെടാതെ രക്ഷപ്പെട്ട് നടക്കുന്നത്. നമ്മുടെ നാട്ടിലെത്തിയിട്ട് അവസാനം ശാലിനിയും ജിതൻ സാറിനെയും വരെ കൊല്ലാൻ ധൈര്യം കാട്ടിയ അതിനുവേണ്ടി ആളിനെ നിയോഗിച്ചു ഒരുത്തിന് ആയുസ് കൊടുക്കാൻ പാടില്ല. അതെന്റെ ഉറച്ച തീരുമാനമാണ്. ശാലിനിയെ തളർത്തിക്കളഞ്ഞത് ആ സംഭവത്തിൽ നിന്നുണ്ടായ ഭയമാണെന്ന് ഡോക്ടർ പോലും വിധി എഴുതി കഴിഞ്ഞു. അപ്പോ അവന്റെ വിധി നമ്മൾ മാറ്റി എഴുതണ്ടേ? അവൻ രക്തം വാർന്ന് മരിക്കുന്നത് നമുക്കും കാണണ്ടേ? ഏതായാലും രണ്ടാൾ ഈ പരിസരത്ത് തന്നെ ഉണ്ടാവണം. ഒരു കാരണവശാലും ഇനിയൊരു അപകടം എന്റെ ശാലിനിക്കും കുഞ്ഞിനും ഉണ്ടാവരുത്. അവൻ മറവിലിരുന്നുകൊണ്ട് മാറി പിളർക്കാൻ ശ്രമിക്കും. അതിനുള്ള ബുദ്ധിയുണ്ട്. അങ്ങനെ ഒന്ന് സംഭവിക്കുന്നതിന് മുമ്പ് അവസാനിക്കണമെല്ലാം. സാധുവായ അത്തിമുറ്റത്തമ്മേ കോടതിയിൽ ക്രോസ് വിസ്താരം ചെയ്ത് വീർപ്പ് മുട്ടിച്ചു എന്നറിഞ്ഞത് മുതല് ഞാൻ വക്കീൽ സാറിനെ ഒന്ന് കാണണമെന്ന് കരുതിയിരിക്കായിരുന്നു. അഡ്വക്കേറ്റ് ബാലചന്ദ്രൻ എത്ര നിരപരാധികളെ ഇതിനോടകം ജയിലിൽ കാണിച്ചിട്ടുണ്ട്. എത്ര പേരെ ചതിയിലൂടെ കരയിച്ചിട്ടുണ്ട്. അത് രുദ്ര, ഞങ്ങൾ വക്കീലന്മാര് ഞങ്ങളെ വിശ്വസിച്ച് വരുന്നവർക്ക് പരമാവധി നീതി കൊടുക്കാൻ ശ്രമിക്കും. അത് ഞങ്ങളുടെ പ്രൊഫഷന്റെ ഭാഗമാണ്. പണം കിട്ടിയ പാപം ചെയ്യാത്തവരെയും കഴുമരത്തിൽ ഏറ്റുവന്നു.
സ്വന്തം അച്ഛനും അമ്മയ്ക്കെതിരെ കേസ് വാദിക്കണമെന്ന് പറഞ്ഞ് ആരെങ്കിലും ലക്ഷങ്ങൾ മുന്നിൽ കൊണ്ടുവച്ച് തന്ന അവരെയും താൻ കോടതിയിൽ കൊന്ന് രസിക്കോ? തന്നെ പ്രസവിച്ച തന്റെ അമ്മ മോശ സ്ത്രീയാണെന്ന് താൻ കോടതിയിൽ വാദിക്കോ? പഴയ സംഭവങ്ങൾ കുത്തിപ്പൊക്കി ഒരു വിലപേശൽ നടത്താനല്ല ഞാനിപ്പോ വന്നിരിക്കുന്നത്. വക്കീല് കസ്റ്റഡിയിലെടുത്ത് സംരക്ഷിച്ചിരിക്കുന്ന ഒരു ഫ്രോഡിനെ വിട്ടുതരണമെന്ന് അറിയിക്കാനാ. ആരുടെ കാര്യ രുദ്രൻ? വേഷം കെട്ട് ഇറക്കരുത്. കള്ളം പറയുന്ന നാവ് കോടതിയിൽ ചലിച്ചാ മതി, ഇവിടെ വേണ്ട. എവിടെയോട് ആ റാസ്കൽ? ആദ്യെന്ന ആത്മാവില്ലാത്ത അസുരൻ എവിടെയെന്ന്? കുറച്ചു മുമ്പ് തനിക്കൊപ്പം അവനുണ്ടായിരുന്നു. രുദ്ര, ഞാൻ പറയുന്നത് വിശ്വസിക്കണം. ആദി എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാ. അയാൾ രുദ്രന്റെ നോട്ടപ്പുള്ളിയാണെന്ന് അറിയാവുന്നതുകൊണ്ട് അപ്പൊ തന്നെ ഞാൻ അയാളെ ഒഴിവാക്കി. അയാളുടെ അരികിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറി. അവനിപ്പോ എവിടെ ഉണ്ടെന്ന് തന്നോട് പറഞ്ഞില്ലേ? ചോദിച്ചു. പക്ഷേ ആദിക്കിപ്പോ അയാളെ തന്നെ വിശ്വാസമില്ലാതായിരിക്കുന്നു. അതുകൊണ്ട് പറഞ്ഞില്ല. എവിടെയോ ഒറ്റപ്പെട്ട അവസ്ഥയില അയാള്. ശ്വാസം മുട്ടൽ കൂടിക്കൂടി വന്നപ്പോ എന്നെ കാണാനായി വന്നതാ. എന്നിട്ട് എന്താണ് അവൻ സംസാരിച്ചത്? ഇങ്ങനെ ഭയന്ന് ജീവിക്കുന്നതിൽ നല്ലത് മരണമാണെന്ന് പറഞ്ഞു. മരിക്കോടവൻ, വൈകാതെ മരിക്കും. ഞാൻ തന്നെ അവന്റെ കാലനായി തീരും. ആദിക്ക് അന്ത്യം കുറിക്കുന്ന കാലൻ. അതിനൊപ്പം തനിക്ക് യാത്രയാവണമെങ്കിൽ അതിനും അവസരം ഉണ്ടാക്കി തരാൻ ഞാൻ. കോടതിയിലെ വാദപ്രതിവാദം നടത്തിയാലും കാത്തിരിക്കണം ജഡ്ജിയുടെ വിധിക്കായി. എന്നാൽ ഇവിടെ അത്രയും കാത്തിരിപ്പിന്റെ ആവശ്യമില്ല. ഞാൻ തന്നെ വാദിക്കും, വിധിയും പ്രസ്താവിക്കും. അന്തിമ വിധി. അതുകൊണ്ട് പറയടോ, എവിടെ ആദി? തന്റെ വാക്കുകൾ കോടതിയിലെ പ്രതികരണത്തിന്റെ അനുകരണം മാത്രമാണ്. കടൽ കടന്നു വന്നു. ആ കൊലയാളിയെ സ്വന്തം ചെലവിൽ ഒളിപ്പിച്ചിട്ട് രക്ഷപ്പെടുത്താൻ ശ്രമിക്കലോട് താൻ. അവനെ എറിഞ്ഞെന്ന ലക്ഷങ്ങൾ കൈപ്പറ്റിക്കൊണ്ട്. ഒരിക്കലുമില്ല രുദ്ര, ഒരിക്കലുമില്ല. എനിക്കിപ്പോ എന്റെ അരികിലേക്ക് വരുന്ന ആദ്യം എനിക്ക് ഭയമാ. അയാളും ഞാനും തമ്മിലുള്ള രഹസ്യ കൂടിക്കാഴ്ച എന്റെ ജീവന് ഭീഷണിയാണെന്ന് ഞാൻ അയാളോട് പോലും തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഈ പിടി കുറച്ചുകൂടെ ബലത്ത ഇവിടെ തീരും. അഡ്വക്കേറ്റ് ബാലചന്ദ്രൻ എന്ന പേരെടുത്ത പ്രഗത്ഭനായ വക്കീലിന്റെ ഇനിയും ആയുർബലമുള്ള ജാതകം. പലരെയും കോടതി മുറിയിലിട്ട് നിലംപരിശാക്കിയവനെ പൊതുനിരത്തിലിട്ട് വേദനിപ്പിച്ച് രസിക്കുക. ഇതും കേസാക്ക്, എന്നിട്ട് വാദിക്ക്. രുദ്രനെതിരെ കോടതിയിലെ സാക്ഷികൾ എത്തുകയാണെങ്കിൽ ഞാൻ ജയിലിലേക്ക്, അല്ലെങ്കിൽ താൻ മരണത്തിലേക്ക്. ശാലിനി ജീവനോടെ ഉണ്ടെന്ന വാർത്ത കാതിന് സുഖം പകരുന്നതാണ്. എങ്കിലും അവളെ ഒന്ന് കാണാൻ കഴിയുന്നില്ലല്ലോ അച്ഛ. ശാലിനിയെക്കുറിച്ചുള്ള ശുഭകരമായ വാർത്ത കേട്ടതുപോലെ അവളെ ഒരു ദിവസം കാണാനും സാധിക്കും. അതിനുവേണ്ടി മഹേഷ് ഓർമ്മിപ്പിച്ചതുപോലെ അലച്ചിൽ വേണ്ടാന്ന് മാത്രം. നീ ശാലിനിയെക്കുറിച്ച് സംസാരിക്കുന്നത് അമലയെ പോലെ അരുണിനും അതൃപ്തി തന്നെയാണ്. ആ സത്യം എപ്പോഴും മനസ്സിലുണ്ടാവണം. ഞാൻ ജീവിതത്തിൽ എന്നും വെറുക്കുന്ന വ്യക്തിയാണ് ജിതൻ. എന്നാലും ഇപ്പോൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുക അയാളൊന്ന് മുന്നിലേക്ക് വരണേന്ന്.
അയാളെ ഒന്ന് കാണാൻ സാധിക്കണേന്ന്. അയാളെ കണ്ടു കിട്ടിയ എനിക്ക് ആ മുഖത്ത് നോക്കി വെട്ടി തുറന്ന് ചോദിക്കാവല്ലോ എന്റെ മോൾ എവിടെയുണ്ടെന്ന്. നിന്റെ പോക്ക് അപകടങ്ങളിൽ നിന്ന് അപകടങ്ങളിലേക്കാണ് മോളെ. സാഹചര്യം വ്യക്തമായിട്ടും നീ അതുമായി പൊരുത്തപ്പെടാതെ എല്ലാവരുടെയും നെഞ്ചിടിപ്പ് കൂട്ടിക്കൊണ്ട് യാത്ര ചെയ്യുകയാണ്. ശാലിനി ജീവനോടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ മുതൽ അവളെ കാണാനുള്ള ആകാംക്ഷയും കൂടി. അവളിപ്പോ ജനിച്ച കുഞ്ഞിനെ മടിയിൽ കിടത്തി കൊഞ്ചിക്കുകയായിരിക്കും. എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന മോളല്ലേ എന്റെ മോള്. അപ്പോ ഒരമ്മയുടെ സ്നേഹം മുഴുവൻ ആ കുഞ്ഞിന് കൊടുക്കുമായിരിക്കും. അത് കാണാൻ നമുക്ക് കഴിയുന്നില്ലല്ലോ അച്ഛൻ. അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നില്ലല്ലോ. ഈ ചിന്തയുമായി നടക്കുന്ന നിനക്ക് ഹൃദ്രോഗിയായ ഭർത്താവിനെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? മകനെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ?